Hello friends, I am Tulasi. Welcome to fourth dimension. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് കറന്റിനെ കുറിച്ചും AC ജനറേറ്ററും ഒക്കെ നമ്മൾ പഠിച്ചു. AC ജനറേറ്ററിൽ നമുക്ക് you are getting EMF and also current, and what is the nature of this EMF and current? They are undergoing sinusoidal variation. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫിനകത്ത് കൊടുത്തേക്കുന്ന സൈനുസോഡൽ വേരിയേഷൻ ഓഫ് കറണ്ട് ആണ് കൊടുത്തത്. ഇതുപോലെ തന്നെ EMFും it is also undergoing a sinusoidal variation. അപ്പോൾ അവിടെ നമുക്ക് ഈ സൈനുസോഡൽ വേരിയേഷന് വിധേയമാകുന്ന EMFൻ്റെയോ കറണ്ടിൻ്റെയോ ഇൻസ്റ്റേനിയസ് വഴി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച EMFൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? E is equal to എപ്സിലോൺ നമുക്ക് കൊടുക്കാം അല്ലേ? എപ്സിലോൺ is equal to എപ്സിലോൺ നോട്ട് sin omega t and the instantaneous value of current is given by I is equal to I naught sin omega t. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഇതിനെ കണക്ട് ചെയ്തുള്ള മറ്റ് ചില ടേംസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ആദ്യത്തേത് പീക്ക് വാല്യൂ ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് AC. ആൻഡ് യു നോ ദാറ്റ് ദിസ് EMF or current is undergoing a sinusoidal variation, so that during the variation the current becomes maximum at a particular moment in the positive direction. At the same time in the negative direction it becomes maximum. നോക്കിയേ, ഈ മാക്സിമം വാല്യൂ മുകളിലും കിട്ടുന്നുണ്ട്, മാക്സിമം വാല്യൂ താഴെയും കിട്ടുന്നില്ലേ? ഈ മാക്സിമം വാല്യൂവിനെയാണ് എന്ത് വിളിക്കുക? ദാറ്റ് ഈസ് കോൾഡ് പീക്ക് വാല്യൂ ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് AC. Then what is AC? It is a maximum value on either side when alternating current or alternating voltage is undergoing a sinusoidal variation, and it is also called amplitude of AC. In the equation എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സൈൻ ഒമേഗ ടി, അതായത് ഇൻസ്റ്റേനിയസ് വാല്യൂ ഓഫ് EMF ഈ ഇ നോട്ട് എന്ന് പറയുന്ന ടേമാണ് ദാറ്റ് ഈസ് പീക്ക് വാല്യൂ. ഇതാണ് നമ്മുടെ പീക്ക് വാല്യൂ ഓഫ് EMF. അതുപോലെ കറണ്ടിനെ എടുക്കുകയാണെങ്കിൽ I0 ഇസ് എ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്. ഇനി നമ്മൾ ഡിസ്കഷനകത്തെല്ലാം നമ്മൾ EMFൻ്റെ ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്ന എപ്സിലോൺ എന്നല്ലേ, പക്ഷേ നമുക്ക് അതിനകത്ത് ലെറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ നമുക്ക് V എന്ന് എടുക്കാം. V ഇസ് ഇക്വൽ ടു പീക്ക് വാല്യൂ VM സൈൻ ഒമേഗ ടി നമുക്ക് കൊടുക്കാം. കറണ്ടിൻ്റെ ഇക്വേഷൻ മാറ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ കൊടുക്കുന്ന I ഇസ് ഇക്വൽ ടു IM സൈൻ ഒമേഗ ടി. ഓക്കെ, നെക്സ്റ്റ് ഈസ് മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് AC. അതായത് മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് AC പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയും, ആൻഡ് ഫോർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് പ്രത്യേകം പറയാം, ആൻഡ് ഓൾസോ ഫോർ ദ ഫുൾ സൈക്കിൾ. അപ്പോൾ സാധാരണ ഒരു ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2π ടൈംസ് ദ പീക്ക് വാല്യൂ. അപ്പോൾ നമുക്ക് മീൻ വാല്യൂയിൽ ആവറേജ് വാല്യൂ എന്തിനൊക്കെ പറയണം? EMFന് വേണ്ടേ, കറണ്ടിന് വേണ്ടേ? അതുകൊണ്ട് ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ആണ് എടുക്കുന്നെങ്കിൽ I ആവറേജ് നമുക്ക് എടുക്കാം അല്ലേ? ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഈസ് ഈക്വൽ ടു 2π ടൈംസ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എടുക്കണ്ടേ? അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര കിട്ടും? ദാറ്റ് ഈസ് IM. അപ്പോൾ 2π ടൈംസ് IM നമുക്ക് എടുക്കാം. ഇനി EMF അല്ലെങ്കിൽ AC വോൾട്ടേജ്, EMFനെ നമ്മൾ AC വോൾട്ടേജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ AC വോൾട്ടേജ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ V ആവറേജ് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് 2/π ഇൻറ്റു പിന്നെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് VM. കണ്ടോ, ഇതാണ് എക്സ്പ്രഷൻ ഫോർ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ്, AC വോൾട്ടേജ് ഫോർ എ ഹാഫ് സൈക്കിൾ. ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഈ വാല്യൂ മൈനസ് വരും. കണ്ടോ, ഇത്രയും തന്നെ മൈനസ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിന് 2π ടൈംസ് IM പോസിറ്റീവ് ആണെങ്കിൽ, ഫോർ നെഗറ്റീവ് സൈക്കിൾ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഈസ് -2π ഇൻറ്റു IM ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ടോട്ടൽ വാല്യൂ ഫുൾ സൈക്കിളിന് എടുക്കുന്ന സമയത്ത് പോസിറ്റീവ് സൈക്കിളിന് കിട്ടുന്ന അത്രയും വാല്യൂ തന്നെ നെഗറ്റീവ് സൈക്കിളിന് കിട്ടുന്നു. ഒന്ന് പോസിറ്റീവ് മറ്റൊന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കത്തില്ലേ? സോ ഫോർ എ ഫുൾ സൈക്കിൾ ദ ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു RMS വാല്യൂ ഓർ വെർച്വൽ വാല്യൂ ഓഫ് AC. ഈ RMS വാല്യൂ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് എടുക്കുക. ആ റെസിസ്റ്റൻസിൽ കൂടെ RMS വാല്യൂ കണ്ടുപിടിക്കേണ്ട AC നമ്മൾ ഇതിനകത്തൂടെ പാസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മൾ നോക്കുന്ന ഹൗ മച്ച് ഹീറ്റ് ഈസ് ഡിസിപ്പേറ്റഡ് ഫ്രം ദ റെസിസ്റ്റർ. ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഈ റെസിസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് എത്ര ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കാം. അതേ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി
അതേസമയം ഈ റെസിസ്റ്റൻസിൽ കൂടെ എത്ര ഡി സി പാസ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കുക. ആ ഡി സി ആണ് ദാറ്റ് ഈസ് ആക്ച്വലി ദ ആർ എം എസ് വാല്യൂ ഓഫ് എ സി. അപ്പോൾ ആർ എം എസ് വാല്യൂ ഓഫ് എ സി എന്ന് പറഞ്ഞത് മീൻ ചെയ്യുന്നത് അതായത് ആർ എം എസ് വാല്യൂ ഓഫ് എ സി ഇസ് ദ ഈക്വലന്റ് വാല്യൂ ഓഫ് ഡി സി വിച്ച് വിൽ പ്രൊഡ്യൂസ് ദ സെയിം ഹീറ്റിംഗ് അക്രോസ് the same resistance for the same time as that done by the AC. But RMS value can be taken as 1 by root 2 times the peak value. RMS value വോൾട്ടേജിനും വരും കറണ്ടിനും വരത്തില്ല. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ആണെങ്കിൽ വി ആർ എം എസ് എന്ന് എടുക്കാം. നമ്മുടെ എപ്സിലോൺ ലെറ്റർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വി ആർ എം എസ് ഈസ് ഈക്വൽ ടു 1 by root 2 times peak value അല്ലേ. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന വി എം ഡിവൈഡ് ബൈ റൂട്ട് 2 എന്ന് എടുക്കാം. വേർ വി എം ഇസ് എ പീക്ക് വാല്യൂ ഓഫ് ദ വോൾട്ടേജ്. കറണ്ട് ആണെങ്കിലോ ഐ ആർ എം എസ് ഈസ് ഈക്വൽ ടു ഐ എം ഡിവൈഡ് ബൈ റൂട്ട് 2 വേർ ഐ എം ഇസ് എ പീക്ക് വാല്യൂ ഓഫ് ദ alternating current. Next is phasor. A phasor means it is a rotating vector which can rotate about the origin with a certain angular velocity. അതായത് നമ്മൾ ഫേസർ എന്ന് പറയുന്ന ഒരു റൊട്ടേറ്റിംഗ് വെക്ടറാണ്. ആ റൊട്ടേറ്റിംഗ് വെക്ടറിന് പ്രത്യേകത ഒറിജിനിൽ നിന്നുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. അതിനെ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു വെക്ടർ അല്ലേ. വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആരോ കൊണ്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ആരോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഹെഡും അതുപോലെ തന്നെ ടെയിലും കാണും. ശരിയല്ലേ? അപ്പോൾ ഈ ഫിഗർ നമുക്കൊന്ന് നോക്കി. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ആർ ഈസ് എ റൊട്ടേറ്റിംഗ് വെക്ടർ. It is represented by an arrow OA. അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് ഇവിടെ അല്ലേ, അത് ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്യും? ഈ ഒറിജിനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. കാരണം റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് അപ്പോൾ ടോട്ടൽ ആംഗിൾ ബിക്കംസ് 360 ആയിട്ട് മാറത്തില്ലേ. അത്രയാണ് ഒരു റൊട്ടേഷണൽ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റൊട്ടേഷൻ വെക്ടറായിട്ട് എടുക്കുന്ന എപ്പോഴും അല്ലെങ്കിൽ ഫേസറായിട്ട് എടുക്കുന്ന ആറിനെയാണ് വെക്ടർ ആറാണ് ഫേസർ എങ്കിൽ അത് റൊട്ടേറ്റിംഗ് വെക്ടർ ആണല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ടെയിൽ എന്ന് പറഞ്ഞ ഭാഗം എവിടെ വരും? ദാറ്റ് കംസ് അറ്റ് ദ ഒറിജിൻ ബട്ട് ദ ഹെഡ് കണ്ടില്ലേ, അത് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ദ റൊട്ടേറ്റിംഗ് വെക്ടർ മേക്സ് ആൻ ആംഗിൾ ഒമേഗ ടി, ദാറ്റ് ഈസ് ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ, വിത്ത് ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ. സോ ദാറ്റ് with respect to this angle the rotating vector can be resolved ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോമ്പോണന്റ് ആർ സൈൻ ഒമേഗ ടി ആയിരിക്കും. അത് എവിടെ വരും? വെർട്ടിക്കൽ വരും. അപ്പോൾ ഒരു ഫേസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷൻ വരുന്ന കോമ്പോണന്റ് ഇത് വരും. ദാറ്റ് ഈസ് എ സൈനസോയിഡലി വേരിയിങ് ക്വാണ്ടിറ്റി. ഇവിടെ ഇപ്പം ആർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണോ അതിന്റെ സൈനസോയിഡൽ വേരിയേഷൻ ആയിരിക്കും എവിടെ വരുന്നത്? വൈ ആക്സിസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആറിന്റെ സൈൻ ഒമേഗ ടി എവിടെ കിട്ടുന്നതിന് കാരണം അതായിരിക്കും. ഇൻ എ സി സർക്യൂട്ട് the alternating EMF and alternate current can be considered as phases. So when you are representing that in a particular diagram, here we can see OA represents, E arrow represent that represents the alternating EMF with the amplitude VM. അതേപോലെ തന്നെ കറണ്ട് ഉണ്ട് അവിടെ. കറണ്ടും ഫേസറാണ്. അപ്പോൾ കറണ്ടിനെ നമ്മൾ വെക്ടറായി എഴുതാം. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് IM അല്ലേ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന OB എന്ന് പറയുന്ന ഈ ഫിഗറിനകത്തെ ആരോ ആണ്. അപ്പോൾ ഇവിടെ ഈ രണ്ടുപേരും ഇൻ ഫേസ് ആണെങ്കിൽ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ ആലോചിച്ച് നോക്കി, ഇവിടുത്തെ ആംഗിൾ ഒമേഗ ടി എന്ന് എടുക്കുക ഉണ്ടോ. അപ്പം വോൾട്ടേജിൻ്റെ ഫേസ് ഒമേഗ ടി ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. കറണ്ടിൻ്റെ ഫേസും എത്ര ആയിരിക്കും? ഒമേഗ ടി ആണ് നമ്മൾ അസ്യൂം ചെയ്താൽ രണ്ടും ഒരു ലൈനെ തന്നെ രണ്ട് ലെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും അല്ലേ. ഇതിൻ്റെ വൈ ഡയറക്ഷനിലേക്കുള്ള പ്രൊജക്ഷൻ ഈ ആംഗിൾ വെച്ച് എടുക്കണം. അപ്പോൾ റെസൊല്യൂഷൻ ആണ്. ശരിയും ഒമേഗ ടി വെച്ച് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ എലോങ് ദ വൈ ഡയറക്ഷൻ ദ കോമ്പോണന്റ് ഓഫ് ദിസ് current is given by I is equal to Im sin omega t and the component of the voltage is given by Vm sin omega t. Therefore, the vertical component of these phases gives their ഇൻസ്റ്റേനിയസ് വാല്യൂ കിട്ടും. ഇൻസ്റ്റേനിയസ് വാല്യൂ എന്ന് പറയുമ്പോൾ VM sin omega t എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻസ്റ്റേനിയസ് വാല്യൂ ആയിരിക്കും. Im sin omega t എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഇൻസ്റ്റേനിയസ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഈ ഫേസേഴ്സിൻ്റെ വൈ ആക്സിലേക്കുള്ള പ്രൊജക്ഷൻ നമുക്ക് എന്ത് വരും? ദാറ്റ് ഗിവ്സ് എ instantaneous value of voltage and current. Next is AC voltage applied across a resistor. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഈ സർക്യൂട്ടിൽ യു ആർ ടേക്കിംഗ് എ റെസിസ്റ്റർ R and across the resistor we are applying an AC voltage having instantaneous value V is equal Vm sin omega t. ഈ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തോടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യും.
അപ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ഐ ഇസ് എ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് എടുത്ത് വരുന്ന വോൾട്ടേജ് എത്ര നോക്കണം ആ ഇൻസ്റ്റന്റിൽ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അക്രോസ് ക്യാപിറ്റൽ ആർ അറ്റ് ദ ഇൻസ്റ്റന്റ്, നമ്മളെ പറഞ്ഞ ഇൻസ്റ്റന്റ് ആ സമയമാണ്, ഈക്വൽ ടു ഐ ആർ. ദെൻ വി ആർ അപ്ലൈങ് ക്രിച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന വി എം സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. അപ്പോൾ ഇത് ഇൻസ്റ്റേനിയസ് ആണ്, ഇതും ഇൻസ്റ്റേനിയസ് ആയതുകൊണ്ട് വി എം സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഐ ആർ നമുക്ക് കൊടുക്കാം. ഫ്രം ദാറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ? ഐ ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ ആർ. ബട്ട് Vm divided by R is peak value of voltage divided by resistance, that is peak current, and this is a peak current. Therefore, current through the resistor at that instant is Im sin omega t. So, in a resistive circuit, when you are applying a voltage having instantaneous value V is equal to Vm sin omega t, the instantaneous value of current in the circuit is I is equal to Im sin omega t. Here we can see that the applied voltage and the current produced in the circuit are in phase. In phase ആണ് മനസ്സിലാക്കുന്നേ. വോൾട്ടേജിന്റെ സൈൻ്റെ ആർഗ്യുമെന്റ് നോക്കി ഒമേഗ ടി അല്ലേ, കറണ്ടിനകത്ത് സൈൻ്റെ ആർഗ്യുമെന്റ് ഒമേഗ ടി അല്ലേ. അപ്പോൾ അത് രണ്ടും ഒരുപോലെ വരുന്നതിന്റെ കാരണം വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. എന്താ ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? രണ്ടിന്റെ വേരിയേഷൻ സിമിലർ ആയിരിക്കും. അതായത് ഈ എ സി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടിന്റെ വാല്യൂ 0 ആയിരിക്കും, അതായത് വോൾട്ടേജും കറണ്ടും. ഈ വോൾട്ടേജും കറണ്ടും ഒരേ സമയം തന്നെ മാക്സിമത്തിലേക്ക് എത്തും. രണ്ടുപേരും ഡിക്രീസ് 0 ആകുന്ന സെയിം ടൈമിലായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ റിവേഴ്സ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതും ഒരേ സമയം തന്നെയായിരിക്കും. അതാണ് ഇൻ ഫേസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഗ്രാഫാണ് നമ്മളോട് വരച്ചേക്കുന്നത്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇവിടെ നമുക്ക് കാണാം സൈനുസോഡൽ വേരിയേഷൻ ആണല്ലോ വോൾട്ടേജും കറണ്ടും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ മുകളിൽ വന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ വോൾട്ടേജ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ വേരിയേഷനെ കാണിക്കുന്ന ഇത്. ഈ ചെറിയ ഗ്രാഫ് കാണിച്ചേക്കുന്നത് ദാറ്റ് ഈസ് ഫോർ ദ കറണ്ട്. ഈ ഗ്രാഫ് നോക്കി, ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് രണ്ടും ഒരു ഇൻഫേസ് അല്ലേ, അതുകൊണ്ട് പ്രത്യേകം എന്താ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ രണ്ടും 0 ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് ശേഷം ഫേസ്, ഇവിടെ നമ്മൾ ഒമേഗ ടി എന്ന് പറഞ്ഞ ഫേസ് ആണ് ഈ ആക്സിസിൽ എടുക്കുന്നത്. ഫേസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 90 വരും. 90 വന്നു കഴിയുമ്പോൾ 90ൽ നമ്മൾ കാണുന്ന വോൾട്ടേജ് മാക്സിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കത്തില്ലേ. അടുത്ത ഫേസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന പൈയിലേക്ക് അല്ലേ, റൊട്ടേഷൻ കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഫേസ് മാറും. അപ്പോൾ നമ്മൾ 180 എത്തുമ്പോൾ രണ്ടുപേരും കുറഞ്ഞ് 0ൽ വരും. അതേപോലെ തന്നെ അതുപോലെ 270ലും അതുപോലെ തന്നെ 360ലും നമുക്ക് എന്ത് കാണാം, അതിൻ്റെ വേരിയേഷൻ സിമിലർ ആയിട്ട് കാണുന്നില്ലേ. സോ ഇൻ എ റെസിസ്റ്റീവ് സർക്യൂട്ട് ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. ഓക്കെ, ദെൻ അതിൻ്റെ ഫേസർ ഡയഗ്രമാണ്. ഫേസർ ഡയഗ്രം ആകുമ്പോൾ രണ്ടുപേരുടെ ഫേസ് എന്തായിരിക്കും, ഒമേഗ ടി ആയിരിക്കും. ഫേസർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ രണ്ട് റൊട്ടേറ്റിംഗ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക, അവയുടെ ഫേസ് നമ്മൾ അതിനകത്ത് കാണിക്കുക. അങ്ങനെ വരയ്ക്കുന്ന ഡയഗ്രമാണ് ഫേസർ ഡയഗ്രം. ഫേസർ ഡയഗ്രത്തിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരച്ചുകൊണ്ട്, ഫേസർ ഡയഗ്രത്തിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസും വേണം, വെർട്ടിക്കൽ ആക്സിസും വേണം, ഒറിജിൻ വേണം, ആ റൊട്ടേറ്റിംഗ് വെക്ടർ നിൽക്കാൻ. രണ്ടുപേരും ഒരു ഫേസ് ആയതുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനകത്ത് O മുതൽ A വരെയുള്ള ആരോ that represents the VM. എപ്പോഴും നമ്മൾ വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ എടുത്തതിന് ശേഷം മാത്രമേ അത് റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ VM വന്നു അല്ലേ. ഇതേപോലെ തന്നെ നമ്മളിത് കറണ്ട് റെപ്രസെന്റ് ചെയ്യാം. കറണ്ടിന്റെ മാക്സിമം വാല്യൂ വന്നേക്കുന്ന IM അല്ലേ. ഈ രണ്ടുപേരുടെ ഫേസ് നമ്മൾ നോക്കി, ഇവിടുത്തെ ഒമേഗ ടി, മറ്റേ വോൾട്ടേജ് ഫേസ് ഒമേഗ ടി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ദ ഫേസ് ഇസ് ടേക്കൺ ആസ് ഒമേഗ ടി. ഇനി ഇതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ആക്സസിലേക്കുള്ള പ്രൊജക്ഷൻ എടുക്കണം രണ്ടുപേരുടെയും. കണ്ടോ, ഇതിൻ്റെ എടുക്കുന്ന സമയത്ത് എൻ്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ കിട്ടുന്നത് ദാറ്റ് ഈസ് VM സൈൻ ഒമേഗ ടി. ഇവിടുത്തെ എന്നെ റിസോൾവ് ചെയ്യുമ്പോൾ ഈ കോമ്പോണൻറ്റ് VM സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെയോ ദിസ് ഈസ് IM സൈൻ ഒമേഗ ടി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫേസർ ഡയഗ്രത്തിനകത്ത് കറണ്ടിനെയും ഫേസറായിട്ട് കാണിച്ചു, വോൾട്ടേജിനെയും ഫേസറായിട്ട് കാണിച്ചു. ആൻഡ് ദെയർ vertical component gives their instantaneous values or sinusoidal variation. Okay, next we are going to power dissipation. When the current I is equal to Im sin omega t passes through the resistance capital R, there is always some loss of energy in the form of heat from the part of the resistor capital R, and this is actually called power dissipation. അപ്പോൾ ഈ കറണ്ട് AC അല്ലേ, ഈ കറണ്ട് റെസിസ്റ്റൻസ് കൂടെ പാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് കുറേ എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെടും, ജൂൾസ് ഹീറ്റിംഗ് അനുസരിച്ച്. അങ്ങനെ നഷ്ടപ്പെടുന്ന എനർജിയാണ് നമ്മൾ സാധാരണ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്.
ഇപ്പം ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇൻസ്റ്റന്റേനിയസ് അല്ലേ? അപ്പം നമ്മൾ ആദ്യം ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്ന ഇൻസ്റ്റന്റേനിയസ് പവർ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഇൻസ്റ്റന്റേനിയസ് പവർ P = I squared R എന്ന് എടുക്കുക. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് വെച്ച് I squared R. പക്ഷേ ഐയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു IM squared R sin squared omega t എന്ന് കിട്ടും. ഈ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ പവർ ഡിസിപ്പേഷൻ ഡ്യൂറിങ് വൺ സൈക്കിൾ. വൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതായത് എ സിയുടെ ഫുൾ സൈക്കിൾ ഉണ്ടാകുന്ന ആവറേജ് പവർ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കണ്ടെങ്കിൽ ഒരു ഫുൾ സൈക്കിൾ വരും. ആ ഫുൾ സൈക്കിളിലെ പവർ ലോസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ആവറേജ് പവർ ഡിസിപ്പേഷൻ ഡ്യൂറിങ് എ സൈക്കിൾ ഓഫ് AC. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പിയുടെ മുകളിലൊരു ബാർ, ഒരു ലൈൻ ഇടുക. കണ്ടോ, ഇത് ആവറേജിൻ്റെ സിമ്പൽ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ആവറേജ് എടുക്കേണ്ടി വരും. അപ്പോൾ ആവറേജ് നമ്മൾ കൊടുക്കുന്നത് ഈ ബ്രാക്കറ്റാണ്. കണ്ടോ, അതായത് IM² R sin squared omega t. ഞാൻ റെപ്രസെൻ്റ് ഇതിൻ്റെ ആവറേജ് എടുക്കാം. ബട്ട് യു നോ sin squared omega t is equal to half of 1 minus cos 2 omega t. ഈ ഒരു റിലേഷനോട് sin squared omega t is equal to half of 1 minus cos 2 omega t അല്ലേ? ഇതിനകത്ത് നമുക്ക് ഈ വാല്യൂ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദാറ്റ് ഈസ് IM² R ഇൻറ്റു ആവറേജ് ഓഫ് sin squared omega t. ആവറേജ് എന്നതിൻ്റെ സിമ്പിൾ കണ്ടോ, sin squared omega t നമുക്ക് എടുക്കാം. അപ്പോൾ sin squared omega t യുടെ വാല്യൂ ഇത് കിട്ടിയിട്ടില്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ആവറേജ് എടുക്കാം നമുക്കിനി. അപ്പം ആവറേജ് ഓഫ് sin squared omega t is equal to half into average of 1 minus cos 2 omega t for a full cycle. But it is seen that when you are taking the average of cos 2 omega t over a cycle, അതിൻ്റെയൊക്കെ ഇവിടെ നമുക്ക് അതിൻ്റെ ഡെറിവേഷൻസ് വേണ്ട, സ്റ്റെപ്പ് മാത്രം പറയുക. നമ്മൾ ടെക്സ്റ്റിനകത്തൊക്കെ അതിൻ്റെ ആ സ്റ്റെപ്പുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ആവറേജ് വാല്യൂടെ സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി, അതിലേക്ക് പോകണ്ടാകും. നമുക്ക് ആ സ്റ്റെപ്പ് മാത്രം മതി. ബട്ട് ദ ആവറേജ് വാല്യൂ ഓഫ് cos 2 omega t ഓർ എ ഫുൾ സൈക്കിൾ ഈസ് ഈക്വൽ ടു 0. കണ്ടില്ലേ, cos 2 omega t യുടെ വാല്യൂ 0 ആയിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് ദ ആവറേജ് ഓഫ് sin squared omega t? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 0 ആയി മാറിയില്ലേ? ദെൻ ദ വാല്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് 1 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 1 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? ഹാഫ് എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആവറേജ് പവർ ഡിസിപ്പേഷൻ എങ്ങനെ എടുക്കാം? P ആവറേജ് ഈസ് ഈക്വൽ ടു, ഇതിനകത്ത് വാല്യൂ കൊടുത്താൽ IM² R ഇൻറ്റു ഇവിടെ ആവറേജ് sin squared omega t യുടെ വാല്യൂ ഹാഫ് എന്നല്ലേ? സോ ഇൻറ്റു ഹാഫ്. ദെൻ you can write this value as P average is equal to half of IM² R എന്ന് കിട്ടും. ഇത് നമുക്ക് മാക്സിമം വാല്യൂവിൻ്റെ ബേസ് ചെയ്താണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് RMS വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം നമ്മൾ പഠിച്ചേക്കുന്നത് ഇതാണ്, IRMS is equal to IM divided by √2 എന്ന് കിട്ടും. IRMS is equal to IM divided by √2. അപ്പോൾ നമുക്ക് ഈ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻസ് എടുക്കുമ്പോൾ P ആവറേജ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ, IM ഡിവൈഡ് ബൈ √2 ഇൻറ്റു IM ഡിവൈഡ് ബൈ √2 ഇൻറ്റു R എന്ന് കൊടുക്കും. ശരിയല്ലേ? ഇവിടെ IM² അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു IM, ഈ 2നെ √2 എന്നാക്കിയാൽ 2 IM ഓരോ താഴെ √2 കൊടുക്കുക. അപ്പോൾ IM ബൈ √2 ഇൻറ്റു IM ബൈ √2 ഇൻറ്റു R എന്ന് കിട്ടിയില്ലേ? ബട്ട് ഈസ് IM ബൈ √2 എന്ന് പറഞ്ഞാൽ IRMS അല്ലേ? സോ P ആവറേജ് ഈസ് ഈക്വൽ ടു, ഇവിടെ IRMS വരും, ഇവിടെ IRMS വരുമ്പോൾ IRMS² ഇൻറ്റു R എന്ന് കിട്ടും അല്ലേ? സോ ദ ആവറേജ് പവർ ഡിസിപ്പേഷൻ ഡ്യൂറിങ് വൺ സൈക്കിൾ ഇൻ എ റെസിസ്റ്റൻസ് ഈസ് P ആവറേജ് ഈസ് ഈക്വൽ ടു IRMS² ഇൻറ്റു R. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലേക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് കറണ്ടിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം, അതിൻ്റെ ഗ്രാഫ്, പിന്നെ ഫേസറിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷൻ, പിന്നെ അതിനുശേഷം ആവറേജ് പവർ ഡിസിപ്പേഷൻ ഓവർ എ ഫുൾ സൈക്കിൾ. ഓക്കെ, നമ്മുടെ AC യുടെ ഇവിടുത്തെ സെക്കൻഡ് ക്ലാസ് ഇവിടെ ഞാനിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.
താങ്ക് യു.